കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സിപിഎമ്മിന്റെ സമരപ്പന്തലിൽ കുടുങ്ങി കെഎസ്ആർടിസി ബസ് കുടുങ്ങിയതിനിടെ പന്തലിന് മുകളിൽ നിന്ന് വീണ് അസം സ്വദേശിയായ തൊഴിലാളി ഹസന് പരിക്കേറ്റിരുന്നു. ഇയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണി നടക്കുന്നതായുള്ള സൂചനാ ബോർഡുകൾ ഒന്നുമില്ലാതെയാണ് സമരപ്പന്തലിന്റെ നിർമ്മാണം നടന്നത്. അതേസമയം പന്തൽ നിർമ്മാണത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്ന് മയ്യിൽ ശ്രീകണ്ഠാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ്സാണ് സിപിഎമ്മിന്റെ സമരപ്പന്തലിനുള്ളിൽ കുടുങ്ങിയത്. ബസിന്റെ കാരിയറിൽ പന്തലിന്റെ കമ്പി കുടുങ്ങുകയായിരുന്നു. ഇതേ സമയത്ത് പണിയെടുക്കുകയായിരുന്ന തൊഴിലാളിക്ക് പന്തലിന് മുകളിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്തു. പന്തൽ നിർമ്മാണ തൊഴിലാളിയായ അസം സ്വദേശി ഹസനാണ് പരിക്കേറ്റത്. റോഡിന്റെ ഒരു ഭാഗത്തെ ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു സിപിഎമ്മിന്റെ സമരപ്പന്തൽ നിർമ്മാണം. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പന്തൽ അഴിച്ചുമാറ്റി ബസ്സിന് കടന്നുപോകാനായത്. ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെഎസ്ആർടിസി ഫസ്റ്റ് പ്രൈവറ്റ് ബസ് പോയി കോഴിക്കോട്. അപ്പോൾ അവർ ചോദിച്ചു ഇതിലേ പോകാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അടാ നോക്കിയിട്ട് പോയാൽ മതിയേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇവർ പറഞ്ഞു പണിക്കാർ പറഞ്ഞു പോവാന്നാക്കി. ഓക്കെ. അപ്പോൾ കെഎസ്ആർടിസി പെട്ടെന്ന് വന്നാൽ നോക്കുമ്പോൾ മുകളിൽ കേബിൻ ഉണ്ടല്ലോ, ആ കേബിൻ്റെ അകത്ത് കുടുങ്ങിയ മുകളിലൊരു ചെക്കനുണ്ട്. ആ ചെക്കൻ നേരെ താഴേക്ക് പോയി. താഴേക്ക് പോണ ആ ചെക്കൻ്റെ ഈ ടിന്ന് വെച്ചല്ലേ ഇവിടുന്ന് ഇങ്ങനെ തന്നെ ഒരു കീറലും ഭാഗത്തിൻ്റെ ഒന്നും വെച്ചിട്ടില്ല. ഇവ അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ഒരു ബോർഡ് വെക്കണ്ടേ. കെഎസ്ആർടി മറ്റേ വേറെ പോലീസുകാരെ ഇതാണ്. എന്നാൽ പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരിപാടി നടക്കുന്നതെന്ന് ഇവിടെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇതിലേ പോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ തിരിച്ചിട്ട് ഓടുന്നതാണ്. എന്നാൽ പോലീസുകാരെ ഇതാണ്. പണി നടക്കുന്നു എന്നുള്ള സൂചനാ ബോർഡുകൾ ഇല്ലാതെയായിരുന്നു പന്തലിന്റെ നിർമ്മാണം. അതേസമയം സമരപ്പന്തൽ നിർമ്മാണത്തിന് അനുമതി വാങ്ങിയിരുന്നില്ല എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ജനം, കണ്ണൂർ.